മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വരുമ്പോൾ വെട്ടിലായി കോൺഗ്രസ്. എം.കെ. മുനീറിന് പിന്നാലെ കെ.എം. ഷാജിയും വി.ഡി. സതീശനെ തള്ളുമ്പോൾ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയാൽ കോൺഗ്രസിന് നിലപാടിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, നമുക്കറിയാം മുനമ്പം വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെ തള്ളി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. എന്തായാലും UDF-നുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്നുണ്ട്. UDF-നുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരിക തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നും ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയായിരുന്നു. 2022 ലീഗ് നേതാവായിരുന്ന KPA മജീദ് നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ അന്നും അദ്ദേഹം പറഞ്ഞത് മുനമ്പത്തേത് വഖഫ് ഭൂമി ആയിരുന്നു എന്നാണ്. എന്നാൽ ഈ മുനമ്പത്തെ ജനത ഒരു പോരാട്ടവുമൊക്കെയായി ഇറങ്ങിയ സമയത്ത് അവരുടെ കുടിയിറപ്പ് അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാൻ ആവശ്യമായ സമരവുമായി രംഗത്തേക്ക് വന്ന സമയത്ത് ഈ കേരളത്തിൽ ചില ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ മൂർച്ഛിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലായിരുന്നു ഈ മുനമ്പത്തെ സമരം കൂടുതൽ മൂർച്ചയിലേക്ക് വന്നത്. ആ സമയത്ത് ഒരു പക്ഷേ ലീഗ് നേതാക്കൾ മിണ്ടാതിരിക്കുകയോ ഇത് സമവായത്തിലൂടെ പരിഹരിക്കണമെന്നോ ഒക്കെ പറയുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീഗിന്റെ നിയമസഭാ കക്ഷി ഉപനേതാവായിട്ടുള്ള M.K. മുനീറും K.M. ഷാജിയും ഒക്കെ ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും V.D. സതീശനെ പോലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള V.D. സതീശനെ പോലും തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ തിരുത്തിക്കൊണ്ടോ ഒക്കെ മുന്നോട്ടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു M.K. മുനീർ V.D. സതീശനെ തിരുത്തിയൊരു രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും UDF-ൽ ചർച്ച ചെയ്തിട്ടില്ല, V.D. സതീശൻ്റെത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ K.M. ഷാജി പറഞ്ഞിട്ടുണ്ടായത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല, മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണം നടത്താതിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലെത്തി എറണാകുളത്ത് എത്തി ക്രിസ്ത്യൻ സഭാധ്യക്ഷന്മാരും ഒക്കെ ആയി ചർച്ച ചെയ്യുകയും സമായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ UDF-ൽ നിന്ന് ഒരു ഭിന്ന സ്വരം ഉയർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് വരാൻ ലീഗ് നേതാക്കൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ തങ്ങൾ മുനമ്പം ജനതയ്ക്ക് ഒപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നെങ്കിലും പ്രത്യക്ഷമായ ഒരു സമരവുമായി രംഗത്തേക്ക് വരാനൊന്നും തയ്യാറായിരുന്നില്ല. അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മുനമ്പം ഐക്യദാർഢ്യ സമരമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് V.D. സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസിനകത്തെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെയാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത് കോൺഗ്രസിന് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അതേ ദിവസം വൈകിട്ട് മലപ്പുറത്ത് നടത്തിയ പരിപാടിയിലാണ് K.M. ഷാജി V.D. സതീശനെ തിരുത്തിക്കൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല, മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, ഫറൂഖ് കോളേജിനോ V.D. സതീശനോ ഒന്നും ഈ രീതിയിലുള്ള ഒരു പരാമർശം നടത്താൻ അധികാരമില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശന സ്വയമുയർത്തി മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഇവരെ അടക്കി നിർത്താനുള്ള ഒരു ശ്രമമൊന്നും ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 610-ലധികം കുടുംബങ്ങൾ 2 മാസത്തോളം ആകാൻ പോവുകയാണ് തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ ആവശ്യമായുള്ള ഒരു സമരവുമായി പ്രത്യക്ഷ സമരവുമായി രംഗത്തേക്ക് വന്നിട്ട് കോൺഗ്രസോ ഇടതുപക്ഷമോ ഒന്നും കാര്യമായി അവരെ സഹായിക്കുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് UDF-നകത്ത് കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന മുസ്ലിം ലീഗ് തന്നെ എതിരഭിപ്രായവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ആവർത്തിച്ചു പറഞ്ഞ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ ആ വാദം പ്രതിപക്ഷ നേതാവിന് ഇനിയും മുന്നോട്ടേക്ക് വെക്കാനാവുമോ? കഴിഞ്ഞ ദിവസം എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതുപോലെ ഒരു ഐക്യദാർഢ്യ സദസ്സ് മുനമ്പം ജനതയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ഇനി കോൺഗ്രസ് മുന്നോട്ടേക്ക് വരുമോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. ലീഗിനകത്ത് തന്നെ ഒരുപാട് നേതാവ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. KPA മജീദ് 2022 പറഞ്ഞതാണ്. പിന്നീട് M.K. മുനീർ പറയുന്നു, K.M. ഷാജി പറയുന്നു. നേരത്തെ തന്നെ വഖഫ് ട്രൈബ്യൂണലിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. റാഷിദ് അലി തങ്ങൾ, മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള റാഷിദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുനമ്പത്തെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു എന്നൊരു വാദം കോൺഗ്രസ് മുന്നോട്ടേക്ക് വെക്കുന്നു. അങ്ങനെ ഇടത് വലത് മുന്നണികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുനമ്പം ജനതയെ ആരാണ് തെരുവിലേക്ക് ഇറക്കിയത് എന്നതിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ടേക്ക് വെക്കുമ്പോൾ സംഘപരിവാർ സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും ഒക്കെയായിരുന്നു മുനമ്പം ജനതയുടെ ഈ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ ആവശ്യമായ സമരവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഈ സംഘടനകൾ മൊത്തം
നേതൃത്വം മുന്നോട്ടേക്ക് വരുമ്പോൾ പ്രബല കക്ഷികളായിട്ടുള്ള ഇരു മുന്നണികളും മുന്നോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ കോൺഗ്രസ് മുന്നോട്ടേക്ക് വരുന്നു, ഒരു സമരം സംഘടിപ്പിക്കാൻ തയ്യാറാവുന്നു. പക്ഷേ അപ്പോൾ തന്നെ UDF-നകത്ത് കല്ലുകടി ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ മുസ്ലിം സംഘടനകളൊക്കെ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ നിലപാടുകൾ സമാനമായിരുന്നു. അതായത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവന തിരുത്തണം എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും അതിനെ സമീപിക്കുക, VD സതീശൻ അതിൽ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ്. അതെ, തീർച്ചയായും. എന്തായാലും മുനമ്പം വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ മുനമ്പം ജനതയെ ചതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടത്. പിന്നീട് വോട്ട് ബാങ്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല സമീപനം ഉണ്ടായത്. അനുകൂല സമീപനം ഉണ്ടാകുമ്പോഴും നമുക്കറിയാം ആദ്യ നിലപാടുകളൊക്കെ ഏത് രീതിയിൽ ആയിരുന്നു, നിയമസഭയിലടക്കം പ്രമേയം പാസ്സാക്കാൻ ഒരുമിച്ച് നിന്നു എന്നുള്ളതും. അതെ, എന്തായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. എന്തായാലും അതോടൊപ്പം UDF-ലെ ഭിന്നത കൂടി മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.